ഞാൻ ഈ മത്സരത്തിൽ ജയിക്കും. അല്ല, നമ്മൾ ജയിക്കും. പാർട്ടിയോടുള്ള കടമ കാണിക്കലിനൊപ്പം പലർക്കുള്ള മറുപടിയും കൂടിയായത്. ഓക്കെ പ്രഭാവതി, അപ്പോൾ നമ്മൾ KDF ഒറ്റ മനസ്സോടെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ഇറങ്ങുന്നു. ഓക്കെ? അതെ മുരളി, അമ്മ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടില്ല. എടാ, ഞാൻ നിന്നെ രാത്രി അങ്ങോട്ട് വിളിക്കാം. ശരി. ആ അച്ഛാ വാ. ദേവികമ്മളോട് ഉണ്ടോ മോനെ, അതോ ഇലക്ഷൻ ജോലിയായിട്ട് പുറത്തു പോയോ? ഇല്ല അച്ഛാ, ഇവിടെ ഉണ്ട്. വാ. അച്ഛാ, ആ ഇതെന്താ പറയാതെ വന്നേ? അച്ഛനങ്ങ് ക്ഷീണിച്ചല്ലോ, സുഖമില്ലേ? എന്തു പറ്റി? 2-3 ദിവസമായി ആകെ ഒരു പുകച്ചില്ല. എനിക്ക് മാത്രമല്ല, രാധയ്ക്കും അതെ. അപ്പൊ വന്ന് നിങ്ങളെ ഒന്ന് കാണണമെന്ന് കരുതി. എന്താ കാര്യം? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ ആലോചിച്ച് ഞങ്ങൾക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എന്താ അച്ഛാ? നന്ദന്റെ അമ്മ മത്സരിക്കാൻ തീരുമാനിച്ചല്ലേ? അത് നേരത്തെ തീരുമാനിച്ചാണല്ലോ, നോമിനേഷൻ കൊടുത്തു. ആ അതെ, ഒരേ വീട്ടിൽ നിന്ന് 2 പേര് മത്സരിക്കുമെന്ന് ഉറപ്പായി. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാ ഒരാതി. അച്ഛൻ പേടിക്കണ്ട, ദേവി ജയിക്കും. MLA ആവും, ചിലപ്പോൾ മന്ത്രിയാവും. മോനെ, മക്കൾ ഉയർന്ന നിലയിൽ എത്തുന്നത് തന്നെയാ മാതാപിതാക്കളുടെ സ്വപ്നവും സന്തോഷവും. ദേവികയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. പക്ഷെ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ ഏത് നിലയിൽ എത്തിയിട്ടും കാര്യമുണ്ടോ? അതിന് ദേവിക്കൂടെ സമാധാനമല്ലെന്ന് ആരാ പറഞ്ഞു? പത്രത്തിലും TV-യിലൊക്കെ ഓരോ വാർത്തകൾ കാണുമ്പോൾ നെഞ്ചിൽ തീ കോരിയിടുന്നത് പോലൊരു തോന്നലാ. അമ്മയും ഞാനും തമ്മിൽ മത്സരിക്കുന്നത് എങ്ങനെ വരുമെന്ന് ആലോചിച്ചിട്ടുള്ള പേടിയാണോ? അച്ഛാ, തെരഞ്ഞെടുപ്പെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയല്ലേ, മത്സരം ഉണ്ടാവും. അതെ, മത്സരം ഉണ്ടാവും. പക്ഷെ വീട്ടിലെ മറ്റു തർക്കങ്ങളും മത്സരങ്ങളും പോലെയല്ല ഇത്. ഒരു വീട്ടുവഴക്ക് 3ാമതൊരാൾ ഇടപെട്ടാൽ തീരും. ഇവിടെ ഇപ്പോൾ ഒരാൾ തോറ്റല്ലേ പറ്റൂ. ഇനിയിപ്പോൾ തോൽക്കുന്നത് പ്രഭാവതിയാണെന്നിരിക്കട്ടെ, പിന്നെ ഈ വീട്ടിൽ എൻ്റെ മോക്ക് സ്വസ്ഥത കിട്ടുമോ? MLA ആവും, പക്ഷെ ശരിക്കും ജോലി ചെയ്യാൻ പറ്റുമോ? തോറ്റതിൻ്റെ ദേഷ്യമൊക്കെ കൂടി മോൻ്റെ അമ്മ ഇവളോട് കാണിക്കില്ലേ? അച്ഛാ, അത്രയ്ക്കൊന്നും കടന്ന് ചിന്തിക്കണ്ട. ചിന്തിക്കണം മോനെ. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ വീട്ടുകാർക്ക് അവസാനം വരെയുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. സിദ്ധാർത്ഥൻ സാറില്ലേ, എനിക്ക് സാറിനെ ഒന്ന് കാണണം. മോൻ്റെ അമ്മയും കാണണം. അച്ഛനകത്തുണ്ട്. അമ്മ നോമിനേഷൻ കൊടുത്തിട്ട് എത്തിയിട്ടില്ല. അച്ഛമ്മ ആ പ്രഭാന്റെ നോമിനേഷൻ കൊടുത്തു അമ്മേ. പിന്നെ കൊടുക്കാതെ? പാർട്ടിക്കാര് കണ്ണിൽ എണ്ണ ഒഴിച്ച് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ തട്ടിക്കൊണ്ടു പോകലും തടഞ്ഞു വെക്കലും ഒന്നും ഉണ്ടായില്ല. പ്രഭാന്റെ ആര് തട്ടിക്കൊണ്ടുപോയെന്ന് അമ്മയെ പറയുന്നേ? എല്ലാവരും മാറി മാറി ചോദിച്ചു. എന്നിട്ടും എന്താ സംഭവിച്ചെന്ന് ആന്റി മിണ്ടുന്നില്ലല്ലോ. എങ്ങനെ മിണ്ടും? മിണ്ടി അകത്തു പോകുന്നതേ സ്വന്തം ഭർത്താവും മരുമോളൊക്കെ ആയിരിക്കും. പിന്നെ അതിന്റെ നാണക്കേടും കൂടെ അനുഭവിക്കേണ്ടി വരും. പ്രഭക്കുഞ്ഞിനെ മാറ്റി നിർത്തിയതേ സിദ്ധാർത്ഥ സാറ് തന്നെയാ, ദേവികയുടെ അറിവോടുകൂടി. ആദ്യം ഞാൻ ചിലരെയൊക്കെ തെറ്റിദ്ധരിച്ചു. അവരൊന്നും അല്ലാന്ന് പിന്നീട് മനസ്സിലായി. കള്ളനും കള്ളിയൊക്കെ കപ്പലിൽ തന്നെയാ. എന്നാലേ എനിക്ക് തോന്നുന്നു ഞാൻ പറയട്ടെ, മറ്റാർക്കും അറിയാൻ പറ്റാത്ത എന്തൊക്കെയോ രഹസ്യങ്ങള് പ്രഭാന്റിക്കുണ്ട്. രഹസ്യോ? എന്ത് രഹസ്യം? അതൊന്നും അറിയില്ല. എന്തോ ഒരു കാര്യം ആന്റി നമ്മളിൽ നിന്നൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാ ആന്റിയെ 2 ദിവസം കാണാതായത്. നന്നായിട്ട് ചോദ്യം ചെയ്താ ആ രഹസ്യങ്ങളൊക്കെ പുറത്തു വരും. ചുമ്മാ എല്ലാം സിദ്ധാർത്ഥൻ സാറിന്റെ ദേവിയുടെ തലയിൽ കൊണ്ട് വെക്കണ്ട. അമ്മ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നേ? ഒരു കാര്യം ഞാൻ പറയാം, രാമപുരത്ത് VDF സീറ്റ് നിലനിർത്തും. ദേവിക തന്നെ ജയിക്കും.
സിദ്ധാർത്ഥൻ സാറിന് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷോ ദേവികയ്ക്ക് കിട്ടാൻ പോകുന്ന. ഗൗരി, നീ എന്നോട് വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. നടക്കാൻ പോകുന്നത് യുദ്ധ. ഈ യുദ്ധത്തിലെ പ്രഭ കുഞ്ഞാ ജയിക്കാൻ പോകുന്നത്. പ്രഭാന്റി ജയിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ദേവിക ജയിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം മാത്രം വന്നാ മതി. മാധവൻ വന്നത് എന്തായാലും നന്നായി. ഇനിയിപ്പോ മോളുടെ കൂടെ പ്രചരണത്തിനൊക്കെ ഇറങ്ങണം. ഞാൻ വന്നത് അച്ഛൻ ഇതുവഴി പോയപ്പോ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ അച്ഛാ. ഇതുവഴി പോകുമ്പോ കയറുന്ന എന്തിനാ? ഇങ്ങോട്ടായിട്ട് വന്നൂടെ? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ് സാർ. അച്ഛാ, നീ വിഷമിക്കാതെ. എൻ്റെ അവസ്ഥ സാറിന് മനസ്സിലാവും. എന്താ മാധവ? സാർ, ഈ വീട്ടിൽ നിന്ന് 2 പേരാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അതിൻ്റെ ഫലം എങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അല്ല, അമ്മ തെരഞ്ഞെടുപ്പിൽ തോറ്റാ ഇവിടെ ദേവിയായിട്ട് വഴക്കുണ്ടാവുന്ന അച്ഛന്റെ പേടി. ഞാൻ പറയായിരുന്നു സാർ, പെൺമക്കളുടെ അച്ഛന്മാർക്ക് അവരുടെ കുടുംബജീവിതമായിരിക്കും ഏറ്റവും പ്രധാനം. ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവുമല്ലോ. ഇവിടെ ഉണ്ടല്ലോ ഒരു മോള്. ഇവിടെ ഒരു മോളല്ല, 2 പെൺമക്കളാ. രജനിയെ പോലെ ദേവിക എന്റെ മോളാ. അതുകൊണ്ട് തന്നെ ദേവിക്ക് ഒരു പ്രയാസം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. മാധവൻ അക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. സാറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സും തണുത്തു. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പ്രശ്നങ്ങളുണ്ടാവുന്നു. എന്തൊക്കെയോ കുഴപ്പങ്ങൾ വരുമ്പോലെ ഒരു പേടി. ഒരു പേടിയും വേണ്ട മാധവ. പിന്നെ ദേവിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാൻ നല്ല ധൈര്യവും കിട്ടിയിട്ടുണ്ട്. നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്ന ആളാ. ഇതൊക്കെ തനിയെ പരിഹരിച്ചോളും, അല്ലേ മോളെ? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി, ആയിക്കോട്ടെ. മാധവട്ടനെ പോകുന്നു. ഞാൻ ഇതപ്പോൾ വന്നേ ഉള്ളൂ. അമ്മയെ കണ്ടിട്ട് പോവാൻ നിൽക്കുമായിരുന്നു. എന്നെ കാണുന്ന എന്തിനാ? ഞാനല്ലേ വന്ന് കാണേണ്ടത്. ഞാൻ സ്ഥാനാർത്ഥിയാ. എനിക്കൊരു വോട്ട് തരണം. എന്തായാലും എന്നെ കണ്ടല്ലോ, ഞാനും കണ്ടു. അപ്പൊ ശരി. പ്രഭ തമാശ പറഞ്ഞതാ മാധവ. ഞാൻ പറഞ്ഞത് തമാശയാണെന്ന് ദേവികയുടെ അച്ഛന് തോന്നുന്നുണ്ടോ? ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. അമ്മ എന്താ ഈ രീതിയിൽ സംസാരിക്കുന്നേ? ഒന്നാമത് അച്ഛൻ വിഷമിച്ച് നിൽക്കുക. അമ്മ ദേവിയും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നതിന്റെ പേരില്. അങ്ങനെ 2 പേരും കൂടി മത്സരിക്കണ്ടായിരുന്നല്ലോ. അമ്മ കാല് പിടിച്ച് പറഞ്ഞല്ലേ ഇവളോട് പിന്മാറാൻ. അവിടെ വീട്ടിൽ അറിഞ്ഞു കാണുമല്ലോ. അച്ഛനും അമ്മയ്ക്കും മോളോടൊന്ന് ഉപദേശിച്ചൂടായിരുന്നോ? ചേച്ചി പ്ലീസ്, എന്റെ വീട്ടുകാർ ഇതിനിടയിൽ പിടിച്ചിടരുത്. അച്ഛാ, അച്ഛൻ ഇറങ്ങിക്കോ. അതെന്താ അച്ഛനോട് പോവാൻ പറയുന്നേ? ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ആരെയും ഇറക്കി വിടില്ല. സത്യം പറയുമ്പോ വിഷമിക്കേണ്ട കാര്യവുമില്ല. രജനി പറഞ്ഞത് സത്യമാ. മത്സരിക്കണ്ടെന്ന് പറഞ്ഞത് അന്ന് അനുസരിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വിഷമിക്കണ്ടായിരുന്നു. പിന്നെ മിസ്റ്റർ മാധവൻ, ഒരു കാര്യം നേരത്തെ പറയാം. മാനസികമായിട്ട് ഒന്ന് തയ്യാറെടുക്കാൻ വേണ്ടിയാ. റിസൾട്ട് വരുമ്പോ മകള് തോൽക്കും.
കെട്ടിവച്ച കാശ് കിട്ടിയ ഭാഗ്യം. അന്നേരം വിഷമിക്കണ്ട. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എന്നാലും ദേവിക തോറ്റാ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മാധവൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ദൈവത്തിനും കൂടെ തോന്നണ്ടേ? രാമപുരം മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത് VDF. ദേവിക ജയിക്കും. KDFന്റെ കെട്ടിവെച്ച കാശ് കളയുന്നൊന്നും ഞാൻ പറയുന്നില്ല. ജയിക്കുന്നത് ദേവികയാ, അതുറപ്പാ. ആ ഉറപ്പ് പഴയ കുറുപ്പിന്റെ ഉറപ്പാ. ജയിക്കുന്നത് KDF. അമ്മ എന്ന് നിർത്ത്. വീട്ടിൽ ഒരാൾ വന്നിരിക്കുമ്പോ അദ്ദേഹത്തിന് മുമ്പ് വെച്ചാണോ തർക്കം? സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ കൂടുതൽ പേടിപ്പിച്ചു വിടുന്ന പോലെയാ കാണിക്കുന്നേ. ഇവിടെ ആരും ആരെയും പേടിപ്പിച്ചില്ല. കാര്യങ്ങൾ പറഞ്ഞതല്ലേ. വേണ്ട മോളെ, ഒരു തർക്കം വേണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖം വെളുക്കെ ചിരിച്ചു വേണം സംസാരിക്കാൻ. എന്നാ ശരി മാധവ, ശരി മോളുവാ. അച്ഛൻ വിഷമിക്കണ്ട. ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയും വേണ്ട. ഇല്ല മോളെ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല സാർ. മാധവൻ വന്നേ. പിന്നെ രാഷ്ട്രീയമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ തന്നെയാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമൊക്കെ ഉണ്ടാവും. ഇതൊന്നും വലിയ കാര്യമില്ലെന്നേ. അതൊക്കെ എനിക്കറിയാം സാർ. ഹലോ, എന്തായത്? എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? രാമപുരം മണ്ഡലത്തിലെ VDFന്റെ ശക്തിയായ സ്ഥാനാർത്ഥിയെത്താൻ കുടുംബത്തെ പറ്റി പറയും, അച്ഛനെ പറ്റി പറയും, അമ്മയെ പറ്റി പറയും. ഇതിലൊന്നും കുലുങ്ങാൻ പാടില്ല. അല്ല എന്താ? ഗിരീഷേട്ടൻ പറഞ്ഞ അതിന്റെ കാര്യം. ധൈര്യമായിട്ട് നിൽക്കേണ്ട സ്ഥാനാർത്ഥി. ഈ മതില് നിരത്തി അങ്ങോട്ട് ഒട്ടിക്കടാ. ദേവിയുടെ ഒറ്റ പോസ്റ്റർ പോലും ഇവിടെ വരാൻ പാടില്ല. കുഞ്ഞിനോടാ കളി. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം പോസ്റ്റ് ഒട്ടിക്കുന്നതിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എല്ലായിടത്തും ദേവികയുടെ പോസ്റ്റർ ആയിരിക്കണം. അത് ഞാൻ ഏറ്റു. എടാ എന്തായി? റെഡിയാ? നോക്ക് ഗീതേ, പ്രഭകുഞ്ഞിന്റെ ഗമ കണ്ടോ? ആ ഒരു പവർ നോക്ക്. പ്രഭകുഞ്ഞിന്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ VDFലെ ദേവികയ്ക്ക്? പ്രഭാവതി മാഡം ജയിക്കണം. ജയിക്കും. പ്രഭകുഞ്ഞ് ജയിച്ചില്ലെങ്കിലേ ദേ നീ എന്നെ ഇങ്ങനെ 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 വിളിച്ചു. ചേച്ചി, നമ്മളെക്കാളും ഓളം അപ്പുറത്താ. അത് നമുക്ക് ഇങ്ങോട്ടാക്കണം. എടാ, അതൊക്കെ ഇപ്പുറത്തോട്ട് വന്നോളും. നമ്മുടെ ചിഹ്നം നോക്കടാ. മനസ്സിലായോ? പ്രഭകുഞ്ഞ് പഠിപ്പിച്ച പിള്ളേരെ അധികം വൈകാതെ ഇറങ്ങുമെന്ന് പറയുന്നത് കേട്ടു. അതോടെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ഇങ്ങോട്ട് വരും. ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഭാവതിയുടെ ഒരു പോസ്റ്ററിന് പകരം ദേവികയുടെ 5 പോസ്റ്റർ കയറണം. വോട്ടർമാർ എവിടെ നോക്കിയാലും ദേവികയുടെ പടം വേണം കണ്ണിപ്പെടാൻ. അതവരെ സ്വാധീനിക്കും. സാറ് പറഞ്ഞാ മതി, നമ്മൾ അതുപോലെ ചെയ്തേക്കാം. നാളെ നേരം വെളുക്കുമ്പോഴേ മണ്ഡലത്തിലെ സകല മതിലുകളും ദേവികയുടെ പടം കൊണ്ട് നിറയണം. ഇടന്ന് പെട്ടെന്നാവട്ടെ. നീ ഒട്ടിക്കടാ അങ്ങോട്ട്. പെട്ടെന്ന് ഒട്ടിക്കടാ, നിറയട്ടെ അങ്ങോട്ട്. അങ്ങോട്ട് ഒട്ടിക്ക. അവളെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുക. ഒട്ടിക്കടാ അങ്ങോട്ട്. ഒട്ടിക്ക. അടുത്തെടുക്ക്. എടാ പശ ഇങ്ങോട്ട് തന്നെ അവിടത്ത് കൊടുക്കട്ടെ. തായിങ്ങോട്ട്. എടാ അങ്ങോട്ട് തേച്ച് വേഗം ഒട്ടിച്ചേ. അച്ഛൻ എന്തിനാ ചന്ദ്രത്ത് പോയത്? പ്രഭ ആന്റി ചേച്ചിക്കെതിരെ മത്സരിക്കുകയാണെന്നും ചേച്ചിയെ നമ്മളെ കൊച്ചാക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തില്ല എന്നറിയില്ലേ? അവിടെ ചെന്ന് അവരുടെ വായിലിരിക്കുന്നതും കേട്ടിട്ട് വന്നിരിക്കുന്നു. അല്ല മോളെ,
മത്സരത്തിലെ വൈരാഗ്യമൊന്നും ജീവിതത്തിൽ ഉണ്ടാവരുന്ന് അപേക്ഷിക്കാൻ പോയതാ. പിന്നെ അച്ഛൻ ചെന്ന് പറയേണ്ട താമസേ ഉള്ളൂ അവരനുസരിക്കാൻ. അവര് പൊട്ടാൻ പോവാ. അതിനു മുന്നേയുള്ള ചാട്ടോ ഇതൊക്കെ. മോളെ, നീ എങ്ങനെ കടുപ്പിച്ച് പറയാതെ. ഉള്ളതാ പറയുന്നേ. അവര് ചേച്ചിയെ ഇന്ന് വരെ എല്ലാ കാര്യത്തിലും തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. അതിന്റെയൊക്കെ വാട്ടവും പലിശയും ചേർത്തിട്ട് ചേച്ചി അവരെ തോൽപ്പിക്കാൻ പോവാ. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ സന്തോഷിക്കാ വേണ്ടത്. പക്ഷെ എനിക്ക് പേടിയാ തോന്നുന്നത്. അവര് തോറ്റ അതിന്റെ വൈരാഗ്യവും ദേവിമോൾ അനുഭവിക്കണം. പിന്നെ ജയിച്ചാ പിന്നെ ചേച്ചി വെറും ദേവികയല്ല, MLA ദേവികയാ. പ്രഭ ആന്റിയാ പേടിക്കാൻ പോകുന്നേ. അച്ഛനും അമ്മയും ഇനി അവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് വെപ്രാളപ്പെടണ്ട. അങ്ങോട്ട് പോവുകയും വേണ്ട. ചേച്ചിക്ക് വേണ്ടി പരിചയക്കാരോട് പറഞ്ഞു വോട്ട് പിടിക്കാൻ നോക്ക്. ഞാൻ തന്നെ ഫ്രണ്ട്സിന്റെ സ്ക്വാഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങാ. ചേച്ചിയെ നമുക്ക് ജയിപ്പിക്കണം അച്ഛാ. ചേച്ചി ജയിക്കും. നമ്മുടെ കുടുംബം അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ 2 ചേരിയില്ല. VDF ചേരിയും KDF ചേരിയും. 2 കൂട്ടർക്കും ജയമല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും. അതെ, ഗിരീഷേട്ടൻ പറയുന്നത് സത്യ. ദേവി ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ ചേച്ചിക്ക് അമ്മയുടെ ജയോ കാണേണ്ടത്. അതിലേക്കാണ് ഞാനും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പും ചേരിയൊന്നും നമ്മളെ 2 പേരെയും ബാധിക്കാൻ പാടില്ല. കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടുന്നത് അവർ ജയിക്കും. പക്ഷേ നമുക്കിടയിൽ അതിരുകളോ മതിലുകളോ ഒന്നും വരാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ ഗിരീഷേട്ടൻ ഇങ്ങോട്ട് പറയുന്നത്. KDFന്റെ ശക്തനായ പ്രവർത്തനമാണെങ്കിലും ന്യായം വിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല ഗിരീഷേട്ടൻ. ഞാനും കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഒരിക്കലും നമ്മുടെ ബന്ധവും സൗഹൃദവും പരസ്പര ബഹുമാനവും ഒന്നും നഷ്ടപ്പെടുത്തില്ല ഗിരീഷേട്ടാ. അത് മതി. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചന്ദ്രോത്ത് എന്തൊക്കെ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. മാഡം ഒരു തർക്കമോ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ദേവികയെ നന്ദ സമാധാനിപ്പിക്കണം. തീർച്ചയായിട്ടും. ഇനി തികച്ചും സ്വകാര്യമായ ഒരു ചോദ്യം. അല്ല, തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്ന ഗിരീഷേട്ടൻ തോന്നുന്നേ? അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു തികഞ്ഞ സംഘടനാ പ്രവർത്തകനാ ഞാനെന്ന് നന്ദൻ അറിയാലോ. മാത്രമല്ല KDF ജയിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ ഞാൻ പ്രവർത്തിക്കുന്നതും. അപ്പോ ദേവിയെ തോൽപ്പിക്കുമെന്ന്? അതിനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തും. ഭാര്യ തോൽക്കാതിരിക്കാൻ നന്ദനും ശ്രമിച്ചോ. എന്താടാ ഓക്കെ അല്ലേ? ദേവിക, എന്താ ചേച്ചി? ഞാൻ പറയുന്നത് ദേവിക പോസിറ്റീവായിട്ട് എടുക്കണം. എന്താ? ദേവിക ഈ വീട്ടിൽ നിന്ന് മാറണം. മനസ്സിലായില്ല. ദേവിക സ്വന്തം വീട്ടിൽ പോണോന്ന്. എന്തിന്? നാളെ മുതൽ ഔപചാരികമായ പ്രചരണം തുടങ്ങുവാണ്. KDFന്റെ പ്രവർത്തകര് ധാരാളമായിട്ട് ഇങ്ങോട്ട് വരും, അമ്മയെ കാണാനും ചർച്ചകൾ ചെയ്യാനും. ആ സമയത്ത് അമ്മയുടെ എതിർ സ്ഥാനാർത്ഥി ഈ വീട്ടിൽ തന്നെ ഉള്ളത് അത് സുഖാവില്ല. മുമ്പമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ 2 പേരും 2 ഇടത്തുള്ളതാ നല്ലതെന്ന്. എനിക്കിപ്പം മനസ്സിലായി അതാ നല്ലതെന്ന്. അതത്ര നല്ലതായി എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ ഭർത്താവിന്റെ വീടാ. എന്നുവെച്ചാ എനിക്കും അവകാശമുള്ള വീട്. രാഷ്ട്രീയമായി ഞാനും അമ്മയും 2 ചേരിയിലായിരിക്കാം. പക്ഷെ കുടുംബത്തിൽ ഒറ്റ ചേരിയില അമ്മായിയമ്മയും മരുമകളും. ഓ, അത് ശരി. ബന്ധങ്ങൾ പറഞ്ഞ് അവകാശം ഉറപ്പിക്കണോ? അവകാശം ഉറപ്പിക്കാൻ പറയുന്നതല്ല, ചേച്ചിക്കൊക്കെ മനസ്സിലാക്കി തരുന്നതാ. ഞാൻ പറഞ്ഞു ഇത് ഇറക്കി വിടുന്നേറ്റ് കാണണ്ട. ഞാനങ്ങനെ ഇറങ്ങി പോവാനും ഉദ്ദേശിച്ചിട്ടില്ല. ദേവികെ, ഞാൻ അധികാരം കാണിക്കുന്നതോ നിന്നെ ആക്ഷേപിക്കാനോ പറയുന്നതല്ല.
പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നല്ല അർത്ഥത്തിൽ പറഞ്ഞതാ. തർക്കിച്ചെന്നെ തോൽപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ചേച്ചിയെ തോൽപ്പിക്കുന്നതല്ല, അതുപോലെ ഞാൻ തോറ്റു തരാനും പോകുന്നില്ല. ഈ വീട്ടിൽ നിന്നും എന്നെ ഇറക്കി വിടാൻ ചേച്ചിക്കെന്നല്ല, നന്ദുവിന്റെ അച്ഛനോ അമ്മയ്ക്കോ അധികാരമില്ല.